രൂഹകന്നാലും പൊന്നി ഞാൻ മറക്കൂല ഞാനപ്പോൾ കോൽപ്പുളി ഇഞ്ചിക്കറി ഉണ്ടാക്കിയതിൻ്റെ വേസ്റ്റാണ്. അപ്പം ഞാനത് ഇവിടെയൊക്കെ തേക്കായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അതൊരു നിങ്ങൾക്കും കൂടി കാണിക്കാമെന്ന്. അപ്പോൾ ഇതൊക്കെ തേച്ച് കഴിഞ്ഞതാണ് കേട്ടോ. അപ്പം ഞാൻ ഒന്നും വേറെ ചേർത്തിട്ടില്ല, പുളി മാത്രം. അപ്പം ഞാനിവിടെ ഗ്യാസിൻ്റെ ഇതുണ്ടല്ലോ, ഇതൊക്കെ ഞാൻ ഇത് തേച്ച് വെച്ചതാണ് കേട്ടോ. ഞാൻ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വെച്ച് മാത്രം ചെയ്യുന്നതാണ്. ഇവിടെയൊക്കെ ഒന്ന് തേച്ച് കുറച്ച് സമയം വെക്കാം. അതുപോലെ തന്നെ ഈ കറകളും ഇതൊക്കെ പോകാനായിട്ടിട്ട് അടുത്തുമ്പോൾ ഒന്നുമില്ല, എന്നാലും വെറുതെ ഒന്ന് തേച്ച് വെക്കണതാണ്. അതുപോലെ തന്നെ നമ്മുടെ വാഷ് ബേസ് സിങ്ക് ഇതിൻ്റെ ഇവിടുത്തെ കറകളൊക്കെ ഒന്ന് പോകാനായിട്ട് ഞാൻ കുറച്ച് ഇനി വേണമെന്ന് വെച്ചാൽ ഇതിൽ ഇത്തിരി ബേക്കിംഗ് സോഡ ഇട്ടിട്ട് തേച്ചാലും മതി. ഇതാണ് ഞാനിപ്പോൾ ഇതൊക്കെ തേച്ച് വെച്ചതാണ്. അപ്പോൾ ഞാനത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വെച്ചൊന്നു. ഇതൊക്കെ നല്ല ക്ലീനായിട്ടാണ്, കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ വാഷ് ബേസിനെ ക്ലീനായി. അപ്പോൾ ഇതൊക്കെ ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കട്ടെ. വേസ്റ്റ് പുളി മതി കേട്ടോ, അല്ലാണ്ട് ഇതിനായിട്ട് പുളിയൊന്നും എടുക്കണ്ട. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യട്ടോ. അങ്ങനെ ബ്രേക്കൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് തൂറ്റിപ്പോകണം. അത് ഇങ്ങനെ ആകെ ഇതാവാതിരിക്കാൻ കുറച്ച് വെളിച്ചെണ്ണ പരട്ടി ഒന്ന് തടവിയിട്ട് അടച്ചു കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ വല്ലാണ്ട് അത് തൂറ്റിയൊന്നും പോകില്ല കേട്ടോ. അതൊന്ന് ചെയ്ത് നോക്ക്. പൈപ്പൊക്കെ വെക്കുമ്പോൾ അതുപോലെ തന്നെ ഇറച്ചിയൊക്കെ വെക്കുമ്പോൾ കേട്ടോ, വെളിച്ചെണ്ണ കുറച്ച് അങ്ങോട്ട് തൊലി കൊടുക്കും, എന്നിട്ട് അടച്ച് വെച്ചാൽ മതി. അപ്പോൾ ബീഫ് തിളപ്പിച്ച കുക്കറിൻ്റെ മൂടി കണ്ടോ, ഒരു തരി പോലും ആയിട്ടില്ല. ബീഫ് വേവും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത്തിരി വെളിച്ചെണ്ണ പറ്റി കൊടുത്താൽ മതി. വെളിച്ചെണ്ണ അല്ലെങ്കിൽ എണ്ണ പറ്റി കൊടുത്താൽ മതി കേട്ടോ. കുക്കറിൻ്റെ മൂടിമേൽ ഒന്നും ആയിട്ടില്ല കേട്ടോ. ഇപ്പം ഞാൻ മൂടിപ്പോൾ എടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. നല്ല ടിപ്സാണ് കേട്ടോ, ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. പിന്നെ കുക്കർ ഇവിടെ പൂവേ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. വെള്ളം ഒന്നും ഗ്യാസുമ്മ പൂവേ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഒന്ന് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കുറച്ച് ഉള്ളിയുടെ തോലെടുത്തിട്ടുണ്ട്, വേസ്റ്റ് തോലെടുത്തിട്ടുണ്ട്. അത് ഞാൻ കുറച്ച് ഇങ്ങനെ ഇതിലിടുന്നുണ്ട്, ഒരു പാത്രത്തിൽ ചായപാത്രത്തിൽ ഇടുന്നുണ്ട്. എന്നിട്ട് നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് തിളപ്പിച്ചെടുക്കാം. ഒന്ന് തിളച്ചേട്ടാ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചൂടാറട്ടെ കേട്ടോ. ഞാനിപ്പോൾ ഇതൊന്ന് അരിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൊറ്റ നമുക്ക് ചെടിക്ക് ഇടാം കേട്ടോ. ചെടിക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ വെള്ളം കിട്ടിയല്ലോ, ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഇവിടെ എല്ലായിടത്തും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ പല്ലി പാറ്റം ഒക്കെ പോയിക്കോളൂ കേട്ടോ. എന്ന് വെച്ചാൽ അതിൻ്റെ സ്മെല്ല് അവർക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. അപ്പോൾ റൂമിലൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുക, പെട്ടെന്ന് പല്ലിയും പാറ്റൊക്കെ ഓടി രക്ഷപ്പെട്ടോളൂ. അപ്പോൾ ഞാനിതൊരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ പല്ലിയൊക്കെ വരുമ്പോൾ ഒന്ന് തൂറ്റിച്ച് കൊടുക്കാം. ഇങ്ങനെ തൂറ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പല്ലിയൊക്കെ ഉള്ള ഭാഗത്തൊക്കെ തൂറ്റി കുറച്ച് അത് അതിൻ്റെ വഴിക്ക് പോയിക്കും. ചെയ്യാവുന്ന കാര്യമാണ്. ഇടയ്ക്കൊന്ന് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാം, ഉണ്ടാക്കിയിട്ട് ചെയ്യുക കേട്ടോ. നമ്മൾ എന്താ പറയുക, ഗ്യാസിൻ്റെ അടുപ്പിൻ്റെ ചൂടൊക്കെ അങ്ങനെ ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് പല്ലിയൊന്നും വരില്ല കേട്ടോ. പിന്നത്തെ ഒരു ടിപ്സാണ് നമ്മുടെ കോഫി പൊടി ഉണ്ടല്ലോ, ഇത് ബ്രൂ കോഫി ആയി കാരണം കേട്ടോ. കോഫി പൊടി ഉണ്ടല്ലോ, അത് ഒന്ന് വറക്കുക അല്ലെങ്കിൽ കുറച്ചിങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടല്ലോ, അത് എൻ്റെ ഇതാണുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇതാക്കിയാൽ നല്ല സ്മെല്ലാട്ടോ അടുക്കള നിറച്ച്. മീൻ മണമൊക്കെ മീൻ വറക്കുമ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ്. ഇതുപോലെ ഇവിടെയൊക്കെ ഒന്ന് ഇങ്ങനെ ഇതൊന്ന് ആക്കി കൊടുക്കാം. നല്ല സ്മെല്ലാട്ടോ അത്. പിന്നെ വരും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യും, കുറച്ച് മതി കേട്ടോ. ഒന്നിങ്ങനെ അതിന് കട്ട പിടിച്ച കാരണമായിട്ട് ഇങ്ങനെ ആക്കിയത് ഞാൻ. അല്ലെങ്കിൽ ഒന്ന് വറുത്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല സ്മെല്ല് വരും കേട്ടോ, നല്ല ഇതായിട്ട് വരും. അപ്പോൾ ഇതും അതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇതിൻ്റെ വേസ്റ്റ് നമുക്ക് ചെടിക്കിടാം കേട്ടോ. ഒന്ന് ഉണങ്ങി കഴിഞ്ഞാൽ കടയിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭയങ്കര ഇതാണല്ലോ ചെടിക്കാണെങ്കിൽ പച്ചക്കറിക്കാൻ ഇടാം കേട്ടോ. പിന്നത്തെ ടിപ്സാണ് നമ്മുടെ ഇത് ഇടിമുളക് കടയിൽ നിന്ന് വാങ്ങിയാലും നമ്മൾ ഉണ്ടാക്കി പൊടിച്ചാലും പെട്ടെന്ന്
ഒരു ടിന്നിലാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ ഒരുപാട് നാൾ യൂസ് ചെയ്യാൻ പറ്റും, പൂക്കൊന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ കവർ പൊട്ടിച്ച് അപ്പം തന്നെ നമുക്കത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ പൂക്കും. ടിന്നിൽ ആക്കി ഒരു ടീസ്പൂണൊക്കെ വെച്ച് നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. ആവശ്യത്തിന് ടൈമിൽ എടുത്താൽ മതി. പിന്നെ എല്ലാവർക്കും അറിയുന്ന ഒന്ന് തന്നെയാണ് നമ്മളുടെ ഈ ഗുളികയുടെ ടേബിൾസിൻ്റെ കവറ് നമുക്ക് കത്തിരിക മുറിച്ചെടുക്കാനും ഒക്കെ നല്ല ഇതാണ്, യൂസ്ഫുള്ളാണ്. അപ്പോൾ കത്തിരിക മുറിച്ചില്ലാത്തവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇത് വെറുതെ ഇരിക്കുമ്പോഴാണ് നല്ല മുറിച്ചുണ്ടാവും കേട്ടോ. നല്ലൊരു ഇത് തന്നെയാണ്, മുറിച്ച് കിട്ടാൻ ബെസ്റ്റാണ്. ചായയിൽ നമുക്ക് എന്താ പറയുക, നല്ലൊരു സ്മെല്ല് എപ്പോഴും ഉണ്ടാവാനായിട്ട് രണ്ട് ഏലക്ക കുത്തി ഇടാം, ചതച്ചിട്ടാൽ മതി. ഏലക്ക ചതച്ചിട്ട് ഇത് ചായയിലിടാം. അപ്പോൾ ചായ ഉണ്ടാക്കുമ്പോൾ ഏലക്കയുടെ സ്മെല്ലുണ്ടാവും. അപ്പോൾ ഏലക്കയുടെ സ്മെല്ല് ഇഷ്ടമില്ലാത്തവർ ഇടണ്ട കേട്ടോ. അപ്പോൾ ചെറു പ്രാണികളൊന്നും വരാണ്ട് നമുക്ക് കുറച്ച് നാളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. നല്ല സ്മെല്ലും ഉണ്ടാവും ചായ ഉണ്ടാക്കുമ്പോൾ. മുളക് കുറേ ദിവസം കഴിഞ്ഞാൽ നമുക്കൊരു പൂപ്പലും ഒക്കെ വരൂല്ലേ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇത് വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കിയെടുക്കും. നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ വാങ്ങിയ ടൈമിൽ തന്നെ വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കിയെടുത്തിട്ട് ഇതുപോലൊരു ടിന്നിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ കുറച്ച് നാളൊക്കെ നമുക്ക് പൂക്കാലമൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മളിപ്പോൾ എങ്ങനെ നോക്കിയാലും കുറേ ദിവസം കഴിഞ്ഞാൽ പൂക്കും. അപ്പോൾ ഇത് എങ്ങനെ ചെയ്താൽ മതി, വെയിലത്തൊന്ന് വെക്കുക. വാങ്ങിയതിന് ശേഷം വെയിലത്ത് വെച്ചിട്ട് ഇതൊന്ന് അടച്ച് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ആവശ്യത്തിന് എടുത്താൽ മതി. അങ്ങനൊന്ന് ചെയ്തത് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. ഇടിയഞ്ചക്ക സിമ്പിളായിട്ട് തൊലി കളയാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കത്തിമ കുറച്ച് വെളിച്ചെണ്ണ പറ്റിയിട്ടുണ്ട്. എന്നിട്ട് 2-3 കഷ്ണാക്കാം. 3 കഷ്ണാകട്ടെ. അപ്പോൾ ഞാൻ ഇങ്ങനെ 2-3-4 കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒന്ന് ആവി കയറ്റിയെടുക്കാം. കുക്കറിലാണെങ്കിലും വളരെ എളുപ്പമാണ്. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്, ഒന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് സിമ്പിളായിട്ട് തൊലി ഉരിഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ചക്ക മുറിച്ചു, കത്തിമേ പശ വന്നു. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ പറ്റിയിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ പറ്റിയിട്ടുണ്ടല്ലോ, നമുക്ക് ഈ കത്തി ഒന്ന് ഈ കടലാസിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് തുടച്ചു കൊടുക്കാം. എല്ലാ പശയും 1 മിനിറ്റ് കൊണ്ട് പോകട്ടാ. കത്തിമ തുടച്ചു കൊടുത്താൽ കണ്ട കഴിവൊന്നും വേണ്ട, എല്ലാ പശയും പോവും. അപ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ പറ്റിയിട്ട് കടലാസിലോ അല്ലെങ്കിൽ ചകിരി പൂഞ്ചേമ്പലോ ഒന്ന് തുടച്ചു കൊടുത്താൽ മതി. നല്ല ക്ലീനായിരിക്കും. കണ്ട നല്ല പോലെ അമർത്തി തുടച്ചു കൊടുക്കാം. നല്ല നല്ല ഉപകാരം കേട്ടോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ട്. ഇതൊന്ന് ഊറ്റിയെടുക്കട്ടെ കേട്ടോ. ഊറ്റി ഒന്ന് ചൂടാറിയതിന് ശേഷം സിമ്പിളായിട്ട് നമുക്ക് കത്തി വിട്ട് മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ ഇടിയൻ ചക്കൊക്കെ ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു പേപ്പർ വയ്ക്കുക. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ വൃത്തിയാടാവണ്ടെന്ന് വെച്ചിട്ടാ. എന്നിട്ട് സിമ്പിളായിട്ട് വേണം ഇങ്ങനെ അങ്ങോട്ട് ചെത്തി എടുക്കാവുന്നുള്ളൂ. അപ്പോൾ ഇടിയൻ ചക്ക ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഒക്കെ അല്ലേ. നമുക്ക് നന്നാക്കി എടുക്കാനൊക്കെ മടിയായിരിക്കും. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്താൽ മതി കേട്ടോ. കുക്കറിൽ വേവിച്ചാൽ മതി കേട്ടോ. കുക്കറിൽ വേവിച്ചാലും നമുക്ക് പെട്ടെന്ന് നന്നാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നന്നായി വെച്ചിട്ട് പറയാ ഒരലുണ്ടല്ലേ, ഒരൽ വെച്ച് ഇങ്ങനെ ഒന്ന് ചതച്ചാൽ മതി. ചതച്ചെടുക്കണവർ ചതച്ചെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മുറിച്ചെടുക്കാം കേട്ടോ. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കാം. ഇതിങ്ങനെ നുറുക്കുക കേട്ടോ. സിമ്പിളായിട്ട് നുറുക്കിയെടുക്കാം, അല്ലെങ്കിൽ അങ്ങനെ ചതച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇടിയൻ ചക്ക ക്ലീൻ ആക്കാനും നുറുക്കാനൊക്കെ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലെ ഇഴജന്തുക്കളൊക്കെ ഇഴഞ്ഞൊക്കെ പോകുമല്ലോ, പാമ്പൊക്കെ വരുമല്ലോ. അപ്പോൾ നമുക്ക് 4 ചുറ്റും ഇതൊന്ന് ചതച്ചിട്ട് ഇതൊന്ന് ചതയ്ക്കാം. നല്ല പോലെ ഒന്ന് ചതച്ച് കൊടുക്കാം, തോലോട് കൂടിയിട്ട് തന്നെ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ തന്നെ ഞങ്ങൾ ഇതിൽ കൂടെ ഒരു പാമ്പൊന്ന് അഴിഞ്ഞു പോയി. അപ്പോൾ ഞാൻ ഇതൊന്ന് ചതച്ച് 4 ചുറ്റും ഒന്ന് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചത് നിങ്ങളെയും കൂടി കാണിക്കാം. അറിയുന്നവരുണ്ടാവാം, അറിയാത്തവരുണ്ടാവാം. അപ്പോൾ
ഇതൊക്കെയാണ് എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ. എല്ലാവരും ഇതൊക്കെ നമ്മളെ വീട്ടിൽ നിത്യജീവിതത്തിൽ ആവശ്യമുള്ള ടിപ്സുകളാണ്. അപ്പോൾ പറ്റണവരൊക്കെ ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇത്രയും നേരം കണ്ട് സപ്പോർട്ട് ചെയ്ത് ഇതിന് ഒരുപാട് നന്ദി. പറ്റണവർ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അടുത്ത ഇതുപോലുള്ള നല്ല വീഡിയോസായിട്ട് വീണ്ടും വരാം. അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ ഉമ്മറത്ത് ചുറ്റോറം ഒന്ന് ഇട്ട് കൊടുത്താൽ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ.